അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ബഹുസ്വര ഇന്ത്യ ആശയും ആശങ്കയും എന്നതാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ എക്കാലവും സവിശേഷമാക്കിയത് അതിൻ്റെ ആശയമാണ്. അതിൻ്റെ ബഹുസ്വരത അത് കേവലം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, മറിച്ച് ഈ നാടിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള ഹൃദയതാളമാണ്. വിവിധ വേഷങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ മതങ്ങൾ, ഇവയെല്ലാം ഒത്തുചേർന്ന് ഒരു മനോഹരമായ പൂന്തോട്ടം പോലെയാണ് നമ്മുടെ രാജ്യത്തെ പണ്ടുമുതലേ വിശേഷിപ്പിച്ചിരുന്നത്. ചിന്തയെ ഭയമകറ്റുന്ന, അറിവിനെ സ്വതന്ത്രമാക്കുന്ന ഒരു ഇന്ത്യ രാജ്യത്തെയാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ സ്വപ്നം കണ്ടത്. ആ സ്വപ്നത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഈ ബഹുസ്വരതയായിരുന്നു. പരസ്പരം സഹിഷ്ണുതയോടല്ല, മറിച്ച് അംഗീകരിച്ചും ആദരിച്ചും ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ആശ. എന്നാൽ ഇന്ന് നാം ഇവിടെ ഒത്തുകൂടുമ്പോൾ ആ ആശയുടെ മുകളിൽ ഒരു ആശങ്കയുടെ ഉയരുണ്ട കാർമ്മിക കൂട്ടങ്ങൾ ഉണ്ടോ എന്ന് നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രഥമ മന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു ദീർഘദർശനം നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ അപകടം അത് വർഗീയതയാണ്. ഇന്ന് ആ വാക്കുകൾ എന്നത്തേക്കാൾ പ്രശസ്തിയേറി കഴിഞ്ഞിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടുങ്ങിയ ചിന്തകൾ നമ്മുടെ പൊതുബോധത്തെ നിർണ്ണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഇവിടെയാണ് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളെപ്പോലെയുള്ള യുവജനങ്ങളുടെ പ്രസക്തി. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ നമുക്കൊരു താക്കീത് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനാപരമായ ധാർമ്മികത അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നല്ല, അത് നാം ബോധപൂർവം വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. നമ്മുടെ ബഹുസ്വരത നാം ഓരോ നിമിഷവും ജാഗ്രതയോടെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി ഈ ആശങ്കകളെ അതിജീവിച്ച് ഇന്ത്യ എന്ന യഥാർത്ഥ അർത്ഥത്തെ വീണ്ടെടുക്കുക എന്നതാണ്. വേറിട്ട ശബ്ദങ്ങളെ അടിച്ചമർത്താനല്ല, അവ കേൾക്കാനാണ് നാം പഠിക്കേണ്ടത്. ചരിത്രത്തെ വളച്ചൊടിക്കാനല്ല, അവയിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ ആശങ്കകളെ അതിജീവിച്ച് ഇന്ത്യ എന്ന ആശയത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ വീണ്ടെടുക്കുക. പ്രിയരെ, സംവഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാതിലുകൾ നമുക്ക് തുറന്നിടാം. അഭയനെ ഭയക്കുന്നതിനു പകരം അവനെ അടുത്തറിയാൻ ശ്രമിക്കാം. ആശങ്കയുടെ ഇരുട്ടിനെ മായ്ക്കാൻ ആശയുടെ ഒരു കൈത്തിരി വെട്ടമെങ്കിലും ആകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും നീതിയും നമ്മുടെ ഈ തലമുറക്ക് സംരക്ഷിക്കാൻ കഴിയട്ടെ. ആശങ്കയുടെ കാർമ്മികത്തെ വകഞ്ഞു മാറ്റി ആശയുടെ സൂര്യ തേജസ്സുള്ള ഒരു ഇന്ത്യയെ വാർത്തെടുക്കാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.